ഹലോ, എല്ലാവർക്കും സ്വാഗതം. രാഷ്ട്രീയമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് തെരഞ്ഞെടുപ്പും നേതാക്കന്മാരും ഒക്കെ ആയിരിക്കും, അല്ലേ? പക്ഷെ സത്യത്തിൽ അതിനേക്കാൾ എത്രയോ വലുതാണത്. അധികാരം, സമൂഹം, മനുഷ്യന്റെ പെരുമാറ്റം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ആഴത്തിലുള്ള പഠനമാണത്. അപ്പോൾ ഇത്രയും കോംപ്ലക്സ് ആയ ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെയാ പഠിക്കുക? പ്ലേറ്റോയുടെ കാലം മുതൽ ഇന്ന് വരെയുള്ള ചിന്തകൾ, ഇതിനായി ഉപയോഗിച്ച വഴികൾ എങ്ങനെയാണ് കാലത്തിനനുസരിച്ച് മാറിയതെന്നും ഓരോ രീതിയും ഈ ലോകത്തെ എങ്ങനെയാണ് നോക്കിക്കണ്ടതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. അധികാരം, ഗവൺമെന്റ്, നമ്മൾ ഓരോരുത്തരുടെയും രാഷ്ട്രീയപരമായ പെരുമാറ്റം, ഇതൊക്കെ എങ്ങനെയാണ് കൃത്യമായി പഠിക്കാൻ പറ്റുക? ശരിക്കും പൊളിറ്റിക്കൽ സയൻസ് നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണിത്. ഈയൊരു ചാലഞ്ചിന് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പലതരം പഠനരീതികൾ തന്നെ ഉണ്ടായത്. അപ്പോ നമുക്ക് തുടങ്ങാം. നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് ഏറ്റവും പഴയ, ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചിന്താധാരയിൽ നിന്നാണ്. അതാണ് പരമ്പരാഗത സമീപനം. അതായത് ലോകം ഇപ്പോൾ എങ്ങനെയാണ് എന്നതിനേക്കാൾ എങ്ങനെ ആയിരിക്കണം എന്ന് ചിന്തിച്ചിരുന്നവരുടെ ഒരു കാലഘട്ടം. അപ്പോ എന്താണിത്, ഈ പറയുന്ന ട്രഡീഷണൽ അപ്രോച്ച്? സിംപ്ലി പറഞ്ഞാൽ ഇത് പ്രധാനമായും സ്ഥാപനങ്ങളെ പറ്റിയുള്ള പഠനമാണ്. അതായത് നിയമങ്ങൾ, ഭരണഘടന, അങ്ങനെയുള്ള കാര്യങ്ങൾ. രാഷ്ട്രീയം ഇപ്പോൾ എന്താണ് എന്നതിനേക്കാട്ടിലുപരി ഒരു നല്ല രാഷ്ട്രം എങ്ങനെയായിരിക്കണം എന്നൊരു മോറൽ ചോദ്യമുണ്ടല്ലോ, അതിനാണ് ഈ രീതി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇതിന്റെ ചില പ്രത്യേകതകൾ നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇത് വാല്യൂ ബേസ്ഡ് ആയിരുന്നു. നീതി, സ്വാതന്ത്ര്യം, സമത്വം, ഈ വലിയ ആശയങ്ങൾക്കായിരുന്നു മുൻഗണന. പിന്നെ പഠനങ്ങളെല്ലാം പാർലമെന്റ്, കോടതികൾ പോലെയുള്ള ഔദ്യോഗിക സ്ഥാപനങ്ങളെ ചുറ്റിപ്പറ്റിയായിരുന്നു. കാര്യങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിവരിക്കും. പക്ഷേ ആളുകൾ എന്തിനാണൊരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നത് അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നത് എന്നൊന്നും ആഴത്തിൽ പഠിക്കാൻ ഈ രീതി ശ്രമിച്ചില്ല. അതാണ് സത്യം. ഈ പരമ്പരാഗത രീതിയിൽ തന്നെ പല പല വേർഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഇവളൊക്കെ ഫിലോസഫിയുടെ കണ്ണിലൂടെ ഒരു ഐഡിയൽ സ്റ്റേറ്റ് എങ്ങനെയായിരിക്കണം എന്ന് സംസാരിച്ചു. അതേസമയം മക്യവെല്ലിയെ പോലുള്ളവർ ഹിസ്റ്ററി ഉപയോഗിച്ച് സ്ഥാപനങ്ങളൊക്കെ എങ്ങനെയാണ് കാലക്രമേണ വളർന്നു വന്നതെന്ന് പഠിച്ചു. പിന്നെ എ.വി. ഡൈസിയെ പോലുള്ള നിയമപണ്ഡിതന്മാർ നിയമവാഴ്ചയുടെ പ്രാധാന്യത്തിനാണ് ഊന്നൽ കൊടുത്തത്. പക്ഷേ കാലം മാറിയപ്പോൾ ഈ പരമ്പരാഗത രീതികൾ പോരാ എന്നൊരു തോന്നൽ വന്നു. അവിടെയാണ് രാഷ്ട്രതന്ത്ര പഠനത്തിൽ ഒരു വിപ്ലവം തന്നെ നടക്കുന്നത്. അതാണ് ബിഹേവിയറൽ റെവല്യൂഷൻ. അതായത് ഈ പഴയ രീതിക്ക് ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല, ഇത് റിയൽ വേൾഡ് പൊളിറ്റിക്സിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് എന്നൊക്കെ ശക്തമായ വിമർശനങ്ങൾ വന്നു. വെറുതെ മൂല്യങ്ങളെയും സ്ഥാപനങ്ങളെയും പറ്റി പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ, അതിനപ്പുറം എന്തെങ്കിലും വേണ്ടേ എന്നൊരു ചിന്ത വന്നു. ആ ചിന്തയിൽ നിന്നാണ് ബിഹേവിയറലിസം അഥവാ പെരുമാറ്റവാദം വരുന്നത്. അപ്പോ എന്തായിരുന്നു ഈ പുതിയ ബിഹേവിയറൽ രീതി? ഇത് രാഷ്ട്രീയത്തിൽ മനുഷ്യരും ഗ്രൂപ്പുകളും യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നിരീക്ഷിച്ച് പഠിക്കുന്നൊരു സ്റ്റൈലാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു നിയമം നല്ലതാണോ ചീത്തയാണോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ആളുകൾ എന്ത് കാരണം കൊണ്ടാണ് ഒരു പ്രത്യേക കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യുന്നതെന്ന് ഡാറ്റ വെച്ച് പഠിക്കുക. അപ്പോൾ ഇവിടെ ഫോക്കസ് സയന്റിഫിക് പ്രൂഫിനാണ്, അല്ലാതെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കല്ല. ഈ പുതിയ രീതിയുടെ മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇത് കംപ്ലീറ്റ്ലി ഡേറ്റയെയും സ്റ്റാറ്റിസ്റ്റിക്സിനെയും ആശ്രയിച്ചുള്ളതായിരുന്നു. വോട്ടിംഗ് പാറ്റേൺസ്, പബ്ലിക് ഒപ്പീനിയൻ, ഇതൊക്കെയായിരുന്നു ഇവരുടെ പ്രധാന ടോപ്പിക്കുകൾ. സൈക്കോളജി, സോഷ്യോളജി പോലെയുള്ള വിഷയങ്ങളിൽ നിന്നുള്ള ഐഡിയാസ് പൊളിറ്റിക്സ് പഠിക്കാൻ വേണ്ടി ഇവർ ഉപയോഗിച്ചു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു ജഡ്ജ്മെന്റിനും പോയില്ല. കംപ്ലീറ്റ്ലി വാല്യൂ ഫ്രീ. ഡേവിഡ് ഈസ്റ്റൺ, റോബർട്ട് ഡാൽ, ഹറോൾഡ് ലാസ്വെൽ, ഇവരൊക്കെയായിരുന്നു പൊളിറ്റിക്സിനെ ഒരു പ്യുവർ സയൻസാക്കി മാറ്റാൻ ശ്രമിച്ച ഈ ഒരു മൂവ്മെന്റിന്റെ തലപ്പത്തുണ്ടായിരുന്നത്. പക്ഷേ കഥ ഇവിടെയും തീരുന്നില്ല. കാരണം ഈ സയന്റിഫിക് അപ്രോച്ചിനും വന്നു നല്ല വിമർശനങ്ങൾ. ഇതോടെയാണ് മൂന്നാമത്തെ ഒരു സ്റ്റേജ് വരുന്നത്, പോസ്റ്റ് ബിഹേവിയറലിസം. ഇത് ശരിക്കും പറഞ്ഞാൽ ആ പഴയതും പുതിയതും തമ്മിൽ ഒരുമിപ്പിക്കാനുള്ളൊരു ശ്രമമായിരുന്നു. അപ്പൊ എന്തായിരുന്നു ഈ സയന്റിഫിക് രീതിയുടെ പ്രശ്നം? അത് നമ്മുടെ സമൂഹത്തിലെ അസമത്വം, യുദ്ധം, ദാരിദ്ര്യം, ഇങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചു. 1960കളിലൊക്കെ ലോകത്ത് ഒരുപാട് പ്രതിസന്ധികൾ നടക്കുമ്പോൾ പൊളിറ്റിക്കൽ സയൻസ് വെറും ഡാറ്റ നോക്കിയിരുന്നാൽ മതിയോ? ഇതായിരുന്നു പ്രധാന വിമർശനം. അങ്ങനെയാണ് പോസ്റ്റ് ബിഹേവിയറലിസം ഒരു തിരുത്തൽ ശക്തിയായി വരുന്നത്. 1960കളുടെ അവസാനത്തിൽ വന്ന ഈ മൂവ്മെന്റ് ബിഹേവിയറലിസത്തിന്റെ ആ സയന്റിഫിക് രീതികളും ട്രഡീഷണൽ അപ്രോച്ചിന്റെ സാമൂഹിക പ്രതിബദ്ധതയും രണ്ടും കൂടി ഒരുമിപ്പിക്കാൻ നോക്കി. ഇതിന്റെ പ്രധാന ആശയം ഡേവിഡ് ഈസ്റ്റൺ 2 വാക്കുകളിൽ പറഞ്ഞു:
പ്രസക്തിയും പ്രവർത്തനവും, അതായത് റെലവൻസും ആക്ഷനും. പൊളിറ്റിക്കൽ സയൻസ് പഠനങ്ങൾ സമൂഹത്തിന് പ്രസക്തമായിരിക്കണം. അതൊരു അക്കാഡമിക് എക്സസൈസ് മാത്രമായി ഒതുങ്ങരുത്. പകരം റിയൽ വേൾഡിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സാമൂഹിക മാറ്റത്തിന് സഹായിക്കാനും അതിന് കഴിയണം. അപ്പോ ഈ 3 സ്റ്റേജുകളിലൂടെയുള്ള മാറ്റം നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം, അല്ലേ? ഈ ചിന്താധാരകൾ എങ്ങനെയാണ് ഒന്നിനു പുറകെ ഒന്നായി വന്നതെന്ന് അപ്പോ ക്ലിയറാവും. നോക്കൂ, 1940കൾക്ക് മുൻപ് ട്രഡീഷണൽ കാലഘട്ടം. അന്ന് ഫോക്കസ് നിയമങ്ങൾ, ഭരണഘടന, മൂല്യങ്ങൾ ഇതിലൊക്കെയായിരുന്നു. പിന്നെ 1940നും 60നും ഇടയിൽ ബിഹേവിയറൽ വിപ്ലവം വന്നു. ഫോക്കസ് നേരെ മനുഷ്യന്റെ പെരുമാറ്റം പഠിക്കുന്നതിലേക്ക് മാറി, അതും സയന്റിഫിക് ആയിട്ട്. അതിനുശേഷം 1960കൾ മുതൽ ഇന്നുവരെ പോസ്റ്റ് ബിഹേവിയറലിസം വന്നു. അത് സമൂഹത്തിനുള്ള പ്രസക്തിയും ധാർമ്മികതയുമൊക്കെ ഈ സയന്റിഫിക് രീതിയിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഈ 3 രീതികളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ അവര് ചോദിച്ച ചോദ്യം നോക്കിയാൽ മതി. വളരെ സിമ്പിളാണ്. ട്രഡീഷണൽ അപ്രോച്ച് ചോദിച്ചത് രാഷ്ട്രീയം എന്തായിരിക്കണമെന്നാണ്. ബിഹേവിയറൽ അപ്രോച്ച് ചോദിച്ചു രാഷ്ട്രീയം യഥാർത്ഥത്തിൽ എന്താണ്. എന്നാൽ പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ച് ഇത് രണ്ടും കൂടി ചേർത്ത് ചോദിച്ചു രാഷ്ട്രീയം എന്താണ്, ശരി, ഇനി അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യണം. ഈ ഒരു വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ട്രഡീഷണൽ രീതി സ്ഥാപനങ്ങളിലും മൂല്യങ്ങളിലും ശ്രദ്ധിച്ചു. ബിഹേവിയറൽ രീതി മനുഷ്യന്റെ പെരുമാറ്റത്തെ ഒരു സയന്റിസ്റ്റിനെ പോലെ പഠിക്കാൻ ശ്രമിച്ചു. പോസ്റ്റ് ബിഹേവിയറൽ രീതിയാണെങ്കിൽ ഈ സയന്റിഫിക് രീതികളെ എടുത്ത് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ മൂല്യങ്ങളുമായി ബന്ധിപ്പിച്ചു. അങ്ങനെ നമ്മൾ ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഒരു ചോദ്യം. കാലാവസ്ഥാ വ്യതിയാനം, ആഗോളതലത്തിലുള്ള അസമത്വം, ഇങ്ങനെ ഒരുപാട് സങ്കീർണമായ വെല്ലുവിളികൾ നേരിടുന്ന ഇന്നത്തെ ലോകത്ത് നമുക്ക് ശരിക്കും ഏത് സമീപനമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്? ഒരു ഫിലോസഫറെ പോലെ ശരിയും തെറ്റും പറയുന്ന രീതിയാണോ, അതോ ഒരു സയന്റിസ്റ്റിനെ പോലെ വസ്തുതകൾ മാത്രം പറയുന്ന രീതിയാണോ, അതുമല്ലെങ്കിൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ഒരു പ്രാക്ടിക്കൽ രീതിയാണോ? ചിലപ്പോ ഇന്ന് നമുക്ക് വേണ്ടത് ഈ 3ന്റെയും ഒരു മിക്സായിരിക്കാം, അല്ലേ? എന്തായാലും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക.